വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 2-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ആ വാക്യം വായിക്കുന്നു: അവൻ അഗാധകൂപം തുറന്നു, ഉടനെ പെരിഞ്ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിൻ്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. ഇവിടെ ദൂതൻ അഗാധകൂപം തുറന്ന ഉടനെ പെരിഞ്ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. ഇവിടെ നക്ഷത്രദൂതൻ തനിക്ക് ലഭിച്ച താക്കോൽ ഉപയോഗിച്ച് അഥവാ അധികാരം ഉപയോഗിച്ച് അഗാധകൂപം തുറന്നപ്പോൾ പെരിഞ്ചൂളയിലെ പുക പോലെ പുക പുറപ്പെട്ടു. ഇത് കാണിക്കുന്നത് പാതാള യാതന സ്ഥലത്തേക്കാളും കാഠിന്യം ഏറിയ സ്ഥലമാണ് അഗാധകൂപം എന്നത്. എന്നാൽ നരകത്തെ പോലെ തീപ്പൊയ്കയുള്ള സ്ഥലമല്ല എന്നതുമാണ്. ഈ പുകയിൽ ആകാശത്തിനും സൂര്യനും ഇരുൾച്ച ബാധിച്ചു. യോവേൽ 2:2, 10-13 വരെയുള്ള വാക്യങ്ങൾ, വെളിപ്പാട് 16:10. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 2-ാമത്തെ വാക്യം കുറച്ചും കൂടി സൂക്ഷ്മമായി നമ്മൾ പഠനത്തിന് വിധേയമാക്കിയാൽ ഈ വാക്യം 5-ാം കാഹളത്തിൻ്റെ ന്യായവിധിയുമായി ബന്ധപ്പെട്ടതാണ്. 9-ന്റെ അഗാധകൂപത്തിൻ്റെ താക്കോൽ ലഭിച്ച നക്ഷത്രദൂതൻ അഗാധകൂപം തുറന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ വാക്യത്തിൽ പറയുന്ന പുക ഉയരുന്നത്. പുക ബൈബിളിൽ പലപ്പോഴും അന്ധകാരം, വഞ്ചന, ആത്മീയ കുരുടത, ദൈവത്തിൽ നിന്നുള്ള അകലം എന്നിവയുടെ പ്രതീകമായി ഉപയോഗിക്കപ്പെടുന്നു. അഗാധകൂപം തുറന്നപ്പോൾ ഉയർന്ന പുക സൂര്യനെയും ആകാശത്തെയും ഇരുണ്ടതാക്കുന്നു. സൂര്യൻ പലപ്പോഴും ദൈവത്തിൻ്റെ സത്യത്തെ വെളിപ്പെടുത്തുകയും സൂചിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഇത് മനുഷ്യരുടെ മേൽ വരുന്ന ആത്മീയ അന്ധകാരത്തിൻ്റെ വ്യാപനത്തെ സൂചിപ്പിക്കുന്നതായി പല വേദപണ്ഡിതാക്കളും അഭിപ്രായപ്പെടുന്നു. ദൈവത്തെ നിരസിക്കുന്ന ലോകം ക്രമേണ ആത്മീയ അന്ധകാരത്തിലേക്ക് വീഴുന്നു. സാത്താൻ്റെ പ്രവർത്തനങ്ങൾ മനുഷ്യരുടെ കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാക്കുന്നു. സത്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും പുക കാരണം അത് വ്യക്തമായി കാണുവാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു. ചുരുക്കത്തിൽ വെളിപ്പാട് 9:2 അഗാധകൂപത്തു നിന്ന് പുറപ്പെടുന്ന ദുഷ്ടശക്തിയുടെ പ്രവർത്തന ഫലമായി ലോകത്തിൽ ആത്മീയ അന്ധതയും വഞ്ചനയും വർദ്ധിക്കുന്നതിനെ ചിത്രീകരിക്കുന്നതായി മനസ്സിലാക്കാം. തുടർന്നുള്ള വാക്യങ്ങൾ, അതായത് വെളിപ്പാട് പുസ്തകം 9:3 നാളെ നമുക്ക് പഠനത്തിന് വിധേയമാക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.